സിറ്റുവേഷൻ നിനക്ക് ഏറ്റതുപോലെ തന്നെ ഉണ്ട്. കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യണം കേട്ടല്ലോ. രാമനാഥൻ, ആ രണ്ടുപേരുടെയും ഫുട്ടേജ് എടുക്ക്. ഞാൻ പിന്നെ വിളിക്കാം സാർ. അകത്തേക്ക് പോലീസിനെ അയക്കാൻ മാത്രം എവിടെന്നാ നിങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഞങ്ങളെ കണ്ടെന്താ നിങ്ങൾക്ക് കോമാളിയെ പോലെ തോന്നുന്നുണ്ടോ? ഞങ്ങളെ കൊണ്ടിന്ന് ചെയ്യാൻ കഴിയുന്നില്ലേ? നിങ്ങൾ എല്ലാവരും ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാം. ഇത് 5 കിലോയാ. അകത്തെ വേറെ 3 എണ്ണം കൂടെ ഉണ്ട്. മൊത്തം 20 കിലോയാ. ഒന്ന് പൊട്ടിയാ ചുറ്റുമുള്ള 1/2 കിലോമീറ്ററിലെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾ ആരാന്നു. എന്നമ്മോ, രക്ഷപ്പെട്ടു. ഞാനും ഇത് ഊരി കളഞ്ഞേക്കാം. എന്തൊരു വിയർപ്പാ, ഒടുക്കത്തെ നാറ്റോ. എന്താടക്കാങ്ങേ, നിന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ. ഈ ചുവപ്പ് ബട്ടൺ അമർത്തണോ? ഡമ്മി ബോംബ് നീ അമർത്തിയാലെന്താ ഞാൻ അമർത്തിയാലെന്താ? വാടാ, വന്ന് അമർത്ത്. ഓ, എന്തൊരു വെയിലാടത്. അല്ല, നീ അഴിച്ചെടുത്തോ? എടാ, അവൻ ഡോക്ടറല്ല, നിനക്കെങ്ങനെ മനസ്സിലായി? അവൻ ഡ്രസ് ചെയ്തത് എന്നെ പോലെ തന്നെ ആയിരുന്നു അളിയാ. നീ ഒരു ഫ്രോഡ് ആയതുകൊണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. അല്ല, ഞങ്ങൾക്കാർക്കും ഓടുന്നില്ല, നിനക്ക് മാത്രം ഓടുന്നുണ്ടല്ലോ. കാരണം എന്റെ നല്ല സമയം സ്റ്റാർട്ടായി. ചെന്ന് അപ്പുറത്തേക്ക് പോ. എടാ മച്ചു, ബോംബ് കണ്ടതും എല്ലാവരും അവിടെ നിന്ന് ഓട്ടമായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ അത്ര ശരിയല്ല സാർ. ഹ്യൂമൻ ബോംബുമായിട്ട് അവർ 4 പേരും കൊള്ളയടിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും വലുതായിട്ട് സംഭവിക്കുന്നതിന് മുമ്പ് അവർ ചോദിക്കുന്ന കൊടുത്തേ മതിയാവൂ സാർ. ഹയർ അത്തറുമായി സംസാരിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കണം സാർ. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് CM-നോട് ചോദിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെ സാർ. സാർ, 20 കോടി രൂപ ചോദിച്ച് ഭീഷണിപ്പെടുത്തുക സാർ. ഹ്യൂമൻ ബോംബായി മാറി പേടിപ്പെടുത്തുക സാർ. നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സിനെ വെച്ച് അറ്റാക്ക് ചെയ്യാവുന്ന ട്രൈ ചെയ്തതാ. ലോ, താനൊന്നും മിണ്ടാതിരിക്കെ. ആവശ്യമില്ലാതെ ആയുധമൊന്നും എടുക്കാൻ പാടില്ല. അതിന്റെ പ്രശ്നം നിങ്ങൾക്കല്ല, സർക്കാരിനാ. ആദ്യം അവർ ചോദിച്ചത് കൊടുക്കാം, അതാ നല്ലത്. പിന്നെ നമുക്ക് പിടിക്കാം. ശരി സാർ, സാർ പറയും പോലെ ആയിക്കോട്ടെ. അളിയ, കാശ് കിട്ടൂലോ അല്ലേ? കൊള്ളാലോ, നീ ഇപ്പോഴാണ് കാര്യത്തിലേക്ക് കടന്നതല്ലേ? താമസിക്കുകയാണെങ്കിൽ ചാപ്പാട് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഹലോ, ഇത് ഗാലക്സി ബിരിയാണി കടയല്ലേ? അതെ സാർ. ഓ, ഗാലക്സി ഒരു 30 പാർസൽ വേണം. പിന്നെ ഒരു 50 പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ അതിന്റെ കൂടെ വരട്ടെ. സാർ, അഡ്രസ്? എടോ, ഈ അഡ്രസ് ഇപ്പൊ ലോകം മുഴുവനും അറിയാം. ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണോ? പെട്ടെന്ന് പാർസലും കൊണ്ട് വരാൻ പറ. ആരാ സംസാരിക്കുന്ന ചോദിക്കുക? അതെ, ഡോ, കമ്മീഷണർ ഷൺമുഖമാ. പെട്ടെന്ന് വാ. പൊരിച്ച ലെഗ് പീസ്. ലെഗ് പീസാ അവൻ കട്ട് ചെയ്തു. അവന്റെ അമ്മൂമ്മയുടെ ലെഗ് പീസ് ഉടനെ എത്തും. എന്താടോ? എടാ, നമ്മൾ 20 പേരല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ 30 ഓർഡർ ചെയ്തേ? 10 എണ്ണം എനിക്ക് വേണമല്ലോ. അതൊന്നും പറ്റത്തില്ല. 3 എണ്ണം എനിക്ക്, 7 എണ്ണം നിനക്ക്. ആഹാ, നിനക്ക് 3, എനിക്ക് 7. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. അതൊന്നും നീ പറയാൻ പാടില്ല. ഓർഡർ ചെയ്ത ഞാനാ. അതെല്ലാം പോട്ടെ. ഹാൻഡ്സ് വേണമെങ്കിൽ പറ, നമ്മുടെ പയ്യന്മാരുണ്ട്. ഒരെണ്ണം വെച്ചാ മതി. അടിപൊളി. വാങ്ങിച്ചാലോ? എന്താ? ഞങ്ങളെന്താടാ ഇവിടെ വിരുന്നുണ്ടാ വന്നിരിക്കുകയാണോ? ചെന്ന് ബിരിയാണി വെച്ചോണ്ടോ. പോടാ. സർ, ഷോ ദിസ്. സർ, ഇവനൊരു IT കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാ. ഈ ഇടയ്ക്ക് അവനെ പിരിച്ചുവിട്ടത്. ഇവനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടറാ. പേര് ജീവ.
സർ ഇവന്റെ പേര് വെങ്കട്ടെന്നാണ്. സിനിമയിൽ ഒരു വലിയ ഹീറോ ആവാൻ വേണ്ടി വന്നതാ. പക്ഷെ ഒരു പണിയില്ല, ചുമ്മാ ചുറ്റി നടക്കുക. ഇവന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കോൺടാക്ട് ഇട്ടു നോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. സാർ ഒന്ന് മാറി സാർ, ഒന്ന് മാറിക്ക. സാർ ബിരിയാണി കൊടുക്കണം സാർ. കമ്മീഷണർ എന്നോട് ഇങ്ങനെ വരാൻ പറഞ്ഞു. ഇപ്പോ സാറേ ആ ബിരിയാണി സാറേ. ആരാ ഓർഡർ ചെയ്തേ? സാറാ ഓർഡർ ചെയ്തെന്ന്. ഞാൻ ഓർഡർ ചെയ്തെന്നോ? പോടാ പോടാ. സോറി സാർ. ഹലോ 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 എത്തിയാ? പുറത്തുണ്ട് സാർ. എടാ പുറത്ത് ബിരിയാണി പാർസൽ വന്നിട്ടുണ്ട്, പോയി വാങ്ങിക്കൊണ്ടോ. നമ്മുടെ പയ്യനാ ബോംബ് പോയിട്ട് വരും പുറത്തേക്ക്. പോയി വാങ്ങിച്ചോണ്ട് വാടാ. പോയിട്ട് വാടാ. ഡേയ്, നീ കഴിച്ചു എന്നെ കൊണ്ട് നോക്കിയിട്ട് പറ്റില്ല. കൊണ്ടുവന്നാ മതി. അതിനകത്ത് വല്ല വിഷം ഉണ്ടാവും. അല്ല അപ്പൊ ഞാൻ ചത്തുപോവില്ലേ? നീ വിഷം കഴിച്ചാലൊന്നും ചാവില്ല. പോടാ. എടാ, ഈ തെർമോക്കളത്തിനെ കൊണ്ടുവന്നേ. വെടിവെച്ചാ തടുക്കാനായിട്ടാ. ഓ ഒട്ടുക്കളത്തെ ബുദ്ധിയാ. എന്റെ ബുദ്ധി അങ്ങ് വളർന്ന് പന്തലിച്ചിരിക്കുക. തെർമാക്കോളുമായിട്ട് വരികയാണല്ലോ. കമ്മീഷണർ സാറേ, ഞാൻ എന്റെ മുഖം കാണിക്കാൻ പോവുകയാ. ബിരിയാണി ഞങ്ങൾക്കുള്ളതാ, അകത്തേക്ക് അയക്ക്. ഇങ്ങോട്ട് വാടാ. ഞാൻ അങ്ങോട്ട് വരണോ? അവന്റെ അഹങ്കാരം കണ്ടില്ലേ സർ? വാടാ ഇവിടെ. അപ്പൊ ഞാൻ വരാം. സർ കാണാൻ ഗൊറില്ലേ പോലെ ഉണ്ടല്ലോ. ഇതിനൊക്കെ പേടിക്കുക. ഇവനൊക്കെ എവിടെ പോലീസാ? കാക്കിക്കുള്ളിലെ മന്ദബുദ്ധികൾ. ഹലോ സാർ. തെർമോക്കോളിന്റെ ശബ്ദമായിരുന്നു. ഇങ്ങോട്ട് താടാ. എല്ലാം ഉണ്ടല്ലോ അല്ലേ? സാർ ബില്ല് സാർ. സാറിന്റെ കൊടുക്കണ GST കൂടെ കിട്ടും. സാറിന്റെ അടുത്തോ? ഓ സോറി സാർ. ആ കാലത്ത് പോലെ വെയിലത്തേക്കല്ലേ? രണ്ടു പേരുടെ പകുതി എടുത്തോ. അടിയും പിടിയും കൂടല്ലേ, മര്യാദ കഴിച്ചോ. എന്താ ഒന്നേ തരാൻ പറ്റൂ, അകത്ത് ഒരുപാട് പേരുണ്ട്. പിടിക്കടാ. ഈശ്വര, പണി കിട്ടിയെന്നാ തോന്നുന്നേ. ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരുടെയും മുഖത്തുള്ള മാസ്ക് എടുത്ത് കഴിഞ്ഞല്ലോ, നീ എന്താ മാസ്ക് എടുക്കാത്തെ? മാസ്കാ സാർ? ഇത് മാസ്ക് അല്ല സാർ, ഇതെന്റെ ഒറിജിനൽ മുഖം തന്നെയാ. സാറേ, സത്യമായിട്ട് ഇതെന്റെ മുഖം തന്നെയാ. പറയുന്ന കേക്ക് സാറേ, മുഖം. സാറേ ഒരു പൊതി ബിരിയാണി എന്നില്ല, എന്റെ നന്ദിയെങ്കിലും കാണിച്ചുകൂടെ? വേഗം പോയി VRS സാറിനോട് VRS വാങ്ങിക്കാനാ പറയുന്നത്. താൻ എന്താടാ അവൻ പറഞ്ഞോണ്ടിരിക്കുന്നേ? എവിടത്തെ പോലീസാണെന്നറിയില്ല, മുഖത്തിന്റെ ഗ്ലാമർ എന്താടാ തെളിച്ചു പറ. കവറിനകത്തുനിന്ന് ഒരു ബിരിയാണി എടുത്തേ. ആമാരൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ല. എനിക്ക് 3, നിനക്ക് 6. ഒറ്റ ദിവസത്തിൽ 10 കർഷകർ ആത്മഹത്യ ചെയ്തു. പാലക്കാടിലാണ് ഇത് നടന്നത്. പാലക്കാടിലുള്ള കർഷകരായ 10 പേർ ഇന്ന് ഒരേ ദിവസത്തിൽ തന്നെ കൂട്ടമായി ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിൽ തന്നെ നടുക്കിയിരിക്കുകയാണ്. മഹേഷ്, എന്റെ മഹേഷ് പോയി. താൻ എന്തായി കാണിക്കുന്നേ? തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചിരിക്കണോ? എല്ലാം നമുക്ക് കിട്ടാൻ പോകുന്ന സമയത്തും വോട്ടും. ഞാനിന്ന് ജീവിച്ചിരിക്കാൻ തന്നെ കാരണം എന്റെ കൂട്ടുകാരനാ. ഇവിടെ വന്ന് കാശ് കിട്ടുമെന്ന് പറഞ്ഞ് അവനെ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്നിട്ട് അവനിപ്പോ ആത്മഹത്യ ചെയ്തിരിക്കുക. ഞാനിനി ജീവിച്ചിട്ടൊരു കാര്യമില്ല. എപ്പോ നോക്കിയാലും മരിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. നീ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ശരിയാവോ? ഞാൻ പണ്ടൊരു സ്ഥലത്ത് ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഒരു കർഷകൻ മരിച്ചു, അതോടെ ജോലി ഞാൻ കളഞ്ഞു. ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത് കർഷകർക്ക് എന്താ ഒരു ഫാഷനാണോ? എന്റെ അച്ഛൻ കടം കയറിയാ മരിച്ചത്. അതുകൊണ്ട് അവന്റെ മകൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോണ്ടിരിക്കുന്നത്. നീ മരിച്ചത് നിന്റെ മകൻ നാളെ എന്റെ അവസ്ഥയായിരിക്കും. എന്താ കർഷകൻ ഈ നാട്ടിൽ വേറെ പണി ഒന്നും തന്നെ കിട്ടില്ലേ? ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ വേറെ 1000 പണികളുണ്ട്. നിങ്ങൾക്ക് ആഹാരത്തിന് എന്ത് ചെയ്യും? ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ ആരാന്നറിയോ? അത് കർഷകർ മാത്രമാ. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ദാരിദ്ര്യത്തിന് വിലയിടാനുള്ള അധികാരം പോലും ഞങ്ങൾക്കില്ല. കർഷകരെല്ലാം അവന് വേണ്ടി പണിയെടുക്കുന്നു, അവന് വേണ്ടി ജീവിക്കുന്നു എന്നാ നീയൊക്കെ കരുതിയിരിക്കുന്നേ. പക്ഷെ കൃഷിക്കാരൻ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരുടെ ആഹാരത്തിന് വേണ്ടിയാ. ഈ സത്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ലോകത്തിലെ ഒരു കർഷകരും നിങ്ങളെയൊക്കെ പോലെ സ്വാർത്ഥനല്ല. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് വരെ ഞങ്ങൾ പോരാടി നോക്കും. ജീവൻ കൊടുത്താലും കൃഷി നശിക്കാതിരിക്കാനാണ് ഞങ്ങൾ പോരാടുന്നത്. എന്നാ അതും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ഒരാവശ്യവുമില്ലാതെ ഞാനും ഇപ്പൊ സ്വാർത്ഥനായിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കൊള്ളയടിക്കാൻ വന്നത്. എന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് തന്നെ ലജ്ജ തോന്നുക. ശരി വിട്ടേക്ക്. തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ഒരേ ഒരു അപേക്ഷയുണ്ടത് പറഞ്ഞോട്ടെ. ഇത്രയേ ഉള്ളൂ? താൻ എന്ത് വേണമെങ്കിൽ ചോദിക്കേ. കാര്യം എന്തൊന്നും പറയാതെ കൊച്ചു കുട്ടികളെ പോലെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കുക. താൻ വന്നേ. ഇപ്പൊ പുറത്ത് നിൽക്കുന്നവന്മാര് നമ്മൾ എന്ത് ചോദിച്ചാലും തരും. നീ ധൈര്യമായിട്ട് ചോദിക്കേ. ഞാൻ പറയുന്ന കേക്ക്. ഇതൊന്നും വേണ്ട. ഈ കാണിക്കുന്നൊക്കെ വലിയ തെറ്റാ. ഞാൻ പറയുന്ന കേക്ക്. ഇതൊക്കെ വിട്ടേക്ക്. ഒന്ന് തന്നോട്ടല്ലോ, നിന്റെ പണി തരും. പൊടി. എന്റെ മുന്നിൽ വെച്ച് ജാൻസി വഴക്ക് പറയണോ? ഞാൻ ആരാന്നറിയോ നിങ്ങൾക്ക്?
എന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞോണ്ടല്ലോ നീയൊക്കെ ഇവിടെ കിടന്ന് മൂത്രം ഒഴിക്കും. ഡാ ഞാൻ അപ്പം മുതൽക്ക് ആരാരാന്ന് ചോദിക്കണം വിചാരിച്ചതാ. അല്ല ആരാണ് എന്റെ അച്ഛൻ? ഞങ്ങളുടെ കമ്പനിയിലെ എംഡിയുടെ മോന ഒരു ലോണിന് വേണ്ടി സൈനപ്പിന് വന്നതാ. അത് മാത്രല്ല സെൻട്രൽ മിനിസ്റ്റർ രാമയ്യയുടെ മോന. ഓ അപ്പൊ നിനക്ക് രണ്ടച്ഛന്മാരുണ്ട്. മിനിസ്റ്ററിന്റെ മോനോ? അല്ല അത് അത് ശരി. നീ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് ഇവനെ വെച്ച് നേടിയെടുക്കാം. ചക്കരെ നീ വന്നേ. ജീവേ, നീ എന്തിനാ പോവാ ജീവേ? ജാൻസി, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ എന്താ ഈ കാര്യം നേരത്തെ പറഞ്ഞേ? നീയൊക്കെ പറയാൻ വിട്ടിട്ട് വേണ്ടേ? പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ മുഖത്തിട്ട് അടിക്കുകയല്ലായിരുന്നു. പാവോടാ. ശരി, ഞങ്ങൾ ഇറങ്ങുവാ. വാ ജാൻസി, പോ. എങ്ങോട്ടാ പോകുന്നേ? ഇനിയല്ലേ പണിയുള്ളത്. എടാ അത് ഇവന് കൊടുത്തേ. ഞാൻ തന്നെ നിന്റെ കൊടുക്ക്. നീ എന്ത് ചെയ്യാ? ജീവേ വേണ്ട ജീവേ, പ്ലീസ്. എന്താണ് നിന്റെ പ്ലാൻ? ഇവിടെ കൊണ്ടുപോയേ. ജാൻസി, പോ. എന്താടാ ഷർട്ടൊക്കെ ഇരിക്കുന്നത്? ജീവേ വേണ്ട, ജീവേ